Hi friends, welcome back to another video. ഇന്നൊരു പലാസോ തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രേപ്പിന്റെ 2 മീറ്റർ തുണിയാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ട മെഷർമെന്റ്സ് എന്ന് പറയുന്നത് വേസ്റ്റ്, ഹിപ്പ്, അതിന്റെ ക്രോച്ച് ലെങ്ത്. ഇപ്പോൾ തുണിയെ 4 ഫോൾഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തുണിയെ ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ ഇട്ടിരിക്കുന്നത്. ഇനി ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് 35 ആണ്. ഫുൾ എലാസ്റ്റിക് ആണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അതുകൊണ്ട് 1.5 ഇഞ്ച് എലാസ്റ്റിക്കിന്റെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിനായി അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ 2 ഇഞ്ച് ഇപ്പോൾ അടയാളപ്പെടുത്തി ഇവിടെ ടേപ്പ് വെച്ച് ഈ അടയാളപ്പെടുത്തിയ അവിടെ നിന്ന് ടേപ്പ് വെച്ച് താഴേക്ക് 35 നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തണം. ഒരു 1 ഇഞ്ചും കൂടി മടക്കി അടിക്കാൻ ഇട്ട് കൊടുക്കണം. അപ്പം മൊത്തം ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് 38 ഇഞ്ചാണ്. രണ്ട് ഇഞ്ച് മുകളിൽ വിട്ട് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം. അതിനായി വേസ്റ്റ് റൗണ്ട് 34 ആണ്. എലാസ്റ്റിക്കിന് 10 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ 44, അതിൻ്റെ 4-1 നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 11 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തു. വേസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ പാൻസ് ഇടുന്ന ഭാഗത്തിൻ്റെ റൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് 34 നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഒപ്പം 10 കൂട്ടി 44, അതിൻ്റെ 4-1 11 ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തത്. ഇനി ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്താം. അതിനായി ഹിപ്പ് റൗണ്ട് വേണം. ഹിപ്പിൻ്റെ റൗണ്ട് 38 ആണ്. അതിൻ്റെ 4-1 9.5 കിട്ടും. ആ 9.5യുടെ കൂട്ടത്തിൽ 2 കൂടി ആഡ് ചെയ്ത് 11.5 എടുക്കണം. ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി കൊടുക്കണം. മൊത്തം 12.5 എടുത്തിട്ടുണ്ട്. അത് നേരെ വരച്ചു കൊടുക്കാം. അപ്പോൾ ക്രോച്ച് ലെങ്ത് 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇനി തൈ അടയാളപ്പെടുത്തി കൊടുക്കണം. തൈക്കായിട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബോട്ടം അടയാളപ്പെടുത്താം. ബോട്ടം സാധാരണ 15 ഇഞ്ച് വരെ എടുക്കാം. ഞാൻ ഇപ്പോഴും എടുക്കാൻ പോകുന്നത് 11 ഇഞ്ച് തന്നെയാണ്. ഇവിടെ നിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്രോച്ച് ലെങ്ത്തും തൈയും അടയാളപ്പെടുത്തിയ അവിടെ നമ്മൾ ഇതുപോലെ കർവിലാണ് ഷേപ്പ് വരച്ചു കൊടുക്കേണ്ടത്. ചെറിയ ഷേപ്പിന് വേണ്ടിയിട്ടാണ് സ്ട്രൈറ്റ് വരക്കാതെ ഇവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വേസ്റ്റ് റൗണ്ടും ഹിപ്പും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസിയായി പലാസോ തയ്ച്ചെടുക്കാവുന്നതാണ്. മുകളിലെ പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസാണ് കിട്ടിയത്. ഇനി ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്രോച്ച് ഏരിയ തമ്മിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല ഭാഗം തമ്മിൽ ഒരുമിച്ച് വെച്ച് ഈ സൈഡിലെയും ഇപ്പുറത്തെ സൈഡിലെയും ക്രോച്ച് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 പീസ് ഒരുമിച്ച് നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് ക്രോച്ച് ലെങ്ത് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിവർത്തിയെടുക്കാം.
ഇതിൻ്റെ ബോട്ടം 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ ബോട്ടം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡാണ് കൂട്ടി കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ വേസ്റ്റിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാം. 1.5 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മടക്കിയടിക്കുന്നത് 1.5 ഇഞ്ച് വീതിയിലാണ് മടക്കിയടിക്കേണ്ടത്. മടക്കിയടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുന്നത്. ഇലാസ്റ്റിക് 34 വേസ്റ്റ് ആയതുകൊണ്ട് 3 ഇഞ്ച് കുറച്ച് 31 ഇഞ്ച് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് മടക്കി അടിക്കാം. അപ്പോൾ വേസ്റ്റ് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത്, ഇതിലൂടെ വേണം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടെടുത്തു. ഇനി ഇതിൻ്റെ അരിക് തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഈ ഇലാസ്റ്റിക് തിരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പലാസോ റെഡിയായി. വളരെ ഈസിയാണ് ഇത് തയ്ക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.